ജോഷു ഇന്ന് എന്നാ പരിപാടി? ജോഷു ചെടി നട്ടോണ്ടിരിക്കുക. കൂടെ ആരൊക്കെയുണ്ട് ജോഷുവിൻ്റെ കൂടെ? നിയോച്ചന് ഇവിടെ ഭയങ്കര പരിപാടിയാണെന്നാണ്. കല്ലൊക്കെ പറക്കി സഹായിച്ചോണ്ടിരിക്കുക അല്ലേ? നമ്മൾ ഏത് പൂച്ചെടി നട്ടോണ്ടിരിക്കണേ? 10 മണി അല്ലേ? നമ്മുടെ കുറേ 10 മണി കളക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളതിനകത്ത് കുറേ കളർ പോയി അല്ലേ? ഇപ്പം 3-4 കളറുള്ളൂ. നമ്മളിവിടെ കുറേ 10 മണി പൂച്ചെടി നട്ടു വളർത്തിയിട്ടുണ്ടായിരുന്നു. കുറേ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കുറേ ഡാമേജ് ആയി പോയിട്ടുണ്ടേ. അപ്പം ഇപ്പോൾ കുറേ നല്ല ഇപ്പോൾ 10 മണിയുടെ നല്ല പൂവുണ്ടാവുന്ന സീസണാണല്ലോ. അപ്പം നല്ല ഇതായിട്ട് കുഞ്ഞാവെ സൂക്ഷിച്ച് കേട്ടോ. അപ്പം നമ്മൾ അതെല്ലാം ഇങ്ങനെ കുറേ ചാടിയൊക്കെ ഇങ്ങോട്ട് നിലത്തേക്ക് നീണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് എല്ലാം മുട്ടിൻ്റെ സീസണായിട്ട് മുട്ടുള്ളത് സഹിതം തൂങ്ങിക്കിടക്കുന്നതിന് മാത്രം നമ്മൾ കട്ട് ചെയ്ത് വേറെ ചെടിച്ചട്ടിയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുവാണേ. അതിൻ്റെ തിരക്കാണേ. യേശു വാ നടാൻ കൂടെ ഇച്ചിരി കൂടി തിക്കായിട്ട് നടാം കേട്ടോ. അമ്മയെ കണ്ടിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് ഇതാക്കി നിർത്തുവാണേ. കാരണം ഇപ്പോൾ ഇങ്ങനെ ഇത് മുറ്റത്തേക്ക് ഒത്തിരി പടർന്നു വന്നപ്പോൾ പാമ്പിൻ്റെയൊക്കെ സീസണാണല്ലോ നീ. അപ്പോൾ നമ്മൾ അതൊരു അപകടങ്ങൾ വരുത്തണ്ടല്ലോ എന്നോർത്തുണ്ട്. പിന്നെ നമ്മൾ മുട്ടുള്ളത് നമുക്ക് അതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നാളത്തേക്ക് അത് വിരിഞ്ഞ് പുതിയ ചെടിയിൽ അങ്ങ് വളർന്നു വന്നോളുവേ. ഇത് നമുക്ക് ഏറ്റവും വേഗത്തിൽ പിടിക്കുന്നൊരു ചെടിയാണല്ലോ 10 മണി ചെടി. ഇതിന് കട്ടയുമുണ്ട് നമുക്കല്ലാത്തതുമുണ്ട് കളറ്. നമ്മൾ കട്ടയല്ലാത്തത് ഇവിടെ ഓരോ ചട്ടി സെപ്പറേറ്റ് നിൽക്കുന്നുണ്ട്. അതങ്ങനെ കുറച്ച് ഇങ്ങനെ ഇതുപോലെ കവർ ചെയ്ത് അങ്ങേറ്റം വരെ പോകാൻ കൊടുത്തോണ്ടിരിക്കുവാണേ. നമുക്ക് എല്ലാത്തിൻ്റെയും കുറച്ച് കളറുകളുണ്ട്. യേശുവിന് കുഴി ഒഴിച്ചേക്കുന്നതല്ലേ യേശു? നമുക്ക് അടുത്ത ദിവസം അതിന് വളമൊക്കെ ഇട്ട് പതുക്കെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കവർ ചെയ്ത് നടണം അല്ലേ യേശു? അങ്ങനെ തിക്കായിട്ട് വരുള്ളൂ. 2 പേരും ഓട്ടമാണോ? അമ്മ ഇവിടെ നിന്നും കൂടി കട്ട് ചെയ്യട്ടെ കേട്ടോ. നമ്മളിങ്ങ് ഒത്തിരി തൂങ്ങിക്കിടന്നത് കൊള്ളൂല. നല്ല മുട്ടയുള്ള നോക്കി അമ്മ കട്ട് ചെയ്യാം. എന്നാൽ കൊച്ചത് പിടിച്ചോ. മുട്ടയുള്ള നോക്കി അമ്മ കണ്ടിക്കുന്ന നോക്കി. കാണാൻ പറ്റുമല്ലോ. നമ്മുടെ തലമുടി മോൻ്റെയൊക്കെ തലമുടി വെട്ടുന്ന പോലെ അല്ലേ? ചെറിയൊരു മുടി വെട്ടുന്ന പോലെ നമ്മൾ വീടരുതാ. ഓടി സൂക്ഷിച്ച് ബാ സൂക്ഷിച്ച് മറിഞ്ഞു. സാരമില്ല. അതിങ്ങനെ പെട്ടെന്ന് കയറി വന്നത് നമുക്ക് തിക്കായിട്ട് നടാം. ചെടിയാ അങ്ങോട്ട് വാ. നമ്മൾ ചുമ്മാ ഇത് നശിപ്പിച്ച് വെട്ടി കളയണ്ടല്ലോ എന്ന് ഓർത്താണ് നമ്മൾ വേറെ ചട്ടിക്കകത്തകടെയൊക്കെ ആക്കുന്നത്. നമുക്ക് നല്ല രസമല്ലേ പൂക്കളൊക്കെ കാണാനായിട്ട്. നമുക്ക് മുറ്റം നിറയെ പൂന്തോട്ടം ഉണ്ടാക്കണം അല്ലേ? വേണോ? കൊച്ചിന് ഇഷ്ടമാണോ? 2 പൂന്തോട്ടം ഒരുക്കാൻ വേണ്ടി വന്നിട്ട് 2 പേര് മുങ്ങുവാണ് ഇടയ്ക്കിടയ്ക്ക്. വാ യോശുവിനെ അമ്മ കണ്ടിച്ചിടുന്നത് ഓരോന്നോരോന്ന് പൂക്കളുള്ളത് നോക്കി എടുത്തോളൂ കേട്ടോ. മുട്ടുള്ള അമ്മ കണ്ടിച്ചിടാം. ചെയ്തിട്ടേ നല്ല അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചോ കേട്ടോ. യോശുവിന് നോക്കട്ടെ. അമ്മ തിരിച്ച് വെച്ചേക്ക് നോക്കട്ടെ. ഗുഡ് ബോയ്. ലിയോച്ചനൊരു അട്ട പോകുന്ന കണ്ടിട്ട് ലിയോച്ചൻ പേടിച്ച് കയറി നിൽക്കുന്നത് നമ്മുടെ അടുത്ത്. അട്ടാ ലിയോച്ചൻ പിടിച്ചോ വേണമെങ്കിൽ. ഉണ്ടോ കളയാതെ. ഗുഡ് ബോയ്. 2 ദിവസം കൊണ്ട് അത് റെഡിയാക്കാൻ പറ്റുള്ളൂ അല്ലേ? കാരണം ഇന്നിപ്പം നേരെ സന്ധ്യാവാറായി തുടങ്ങി. നാളെ കൊണ്ട് നമുക്ക് ശരിയാക്കിയിട്ട് എല്ലാ പൂക്കൾ വിരിഞ്ഞേക്കുന്നൊരു വീഡിയോ എടുക്കണം അല്ലേ? നടാലോ. കണ്ടോ ഈ ചട്ടി ഫുള്ളായി. ഇതിനകത്ത് ഏകദേശമായി. ഇനി നമുക്ക് ഈ അങ്ങേറ്റത്തിനകത്ത് നടാം. അവിടെ നിന്നോ അമ്മ ഇതിങ്ങോട്ട് മേടിച്ചിടാവേ. കല്ലിൻ്റെ ഇടയ്ക്കുണ്ട്. അവിടെ നിന്നോ കേട്ടോ. ഓക്കെ. ലിയോച്ചക്കുട്ടാ നോക്കുന്നേ. ലിയോച്ചേ പണ്ടേ ഇഷ്ടം പോലെ പൂച്ചെടി ഉണ്ടായിരുന്നു നമുക്കിവിടെ. നമ്മളേ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മളതിനെ ശ്രദ്ധിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ പൂച്ചെടികളൊക്കെ പോയതേ. നമുക്ക് ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് പൂച്ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ? മൈൻഡൊക്കെ നമുക്ക് നല്ല അടിപൊളിയല്ലേ കാണുമ്പോൾ? ഒരു സന്തോഷമൊക്കെ തോന്നും അല്ലേ? എന്നൊക്കെ തോന്നും ചെടികൾ കാണുമ്പോൾ? പിന്നെയോ പറക്കാൻ ഒത്തിരി തോന്നണ്ട.
കണ്ടാൽ മതി കേട്ടോ. ജോഷുനെ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് നട്ടു അല്ലേ? നമുക്ക് ഇതിനകത്ത് ഇനി കുറച്ചുകൂടി കണ്ടിച്ച് നടാനുണ്ട്. നമ്മുടെ ചട്ടികളെല്ലാം ഏകദേശം പൂർത്തി. ഇനി നമുക്ക് ആ ഒറ്റയല്ലി ചട്ടി നടാനുള്ളത് ഇവിടെ വരെ എത്താനുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനകത്ത് അപ്പുറം വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് കളക്ട് ചെയ്തിട്ട് തൂങ്ങിക്കിടക്കുന്ന ബാക്കിയും കൂടി കണ്ടിച്ച് വയ്ക്കാവേ. അപ്പുറത്തേക്ക് നടാം. ഡ്രാഗൺ ഫ്രൂട്ട് ഹായ് എത്ര എല്ലായിടത്തും വിരിയാൻ പോവാം അല്ലേ? ഇതിന് പൂ കാണാൻ നല്ല അടിപൊളിയാണ് അല്ലേ? തട്ടരുത് ഉറുമ്പ് അത് പൊക്കോളും, തന്നെ പൊക്കോളും കേട്ടോ. ഒക്കെ തന്നെ ചാടി പൊക്കോളും. വേണ്ട അത് പൂവിനത് ഡാമേജ് വരും. നമ്മൾ തട്ടണ്ട കേട്ടോ, തന്നെ വിരിഞ്ഞ് വരട്ടെ. ഈ ആദ ഹവായി എല്ലാം ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് നട്ട് എല്ലാം നല്ല അടിപൊളിയാക്കണം. അടുത്ത ദിവസം കാണിച്ചു തരാമെന്ന് പറഞ്ഞ എല്ലാവരെയും പൂക്കൾ എല്ലാം ക്ലീൻ ആക്കാം അല്ലേ? ഓക്കെ, എല്ലാ വീടുകളും ക്ലീൻ ആക്കാം. എല്ലാം വീട് പൂന്തോട്ടം നട്ടോളം. ജോഷുവിൻ്റെ അപ്തവാക്യം. ഇവർക്കും പുറത്ത് ചാടാനൊരു അവസരമാണെന്ന് ഓർത്തുകൊണ്ട് രണ്ടുപേരും ചാടിയേക്കുന്നതാണ് ഇവിടെ. പിന്നെ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. ജോഷു കുഞ്ഞിലെ തൊട്ട് ഹെൽപ്പൊക്കെ ചെയ്യുന്ന ചെറിയ ചെറിയ പൂന്തോട്ടങ്ങളൊക്കെ വന്നുമ്പോൾ ആൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ വന്ന് ഓരോന്ന് പറിക്കാനും നടാനും ഒക്കെ ഇഷ്ടമാണേ. അപ്പം ജോഷു എല്ലാവർക്കും ഹായ് കൊടുത്ത് ടാറ്റ കൊടുത്തേ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. നമ്മളിങ്ങനെ പിള്ളേരിങ്ങനെ എല്ലാം ഒന്ന് കണ്ടും കേട്ടൊക്കെ വളരുമൊക്കെ ചെയ്തോളൂല്ലോ. ഇങ്ങനെ ഓരോന്ന് നടുന്നതും ഇതൊക്കെ കണ്ടും കേട്ടൊക്കെ. നമുക്കിനി ഇവിടെ കുറേ ക്ലീനിങ്ങൊക്കെ ആകാനുണ്ടേ. അപ്പം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഉഷാറായിട്ട് പിടിച്ചാലേ നമുക്കൊരു കൊച്ചു പൂന്തോട്ടം ഇവിടെ ക്രിയേറ്റ് ചെയ്യാം ഇവിടെ എല്ലായിടത്തോടെയും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ.